ബർത്ത്ഡേ ആണ്. സോ നമ്മളെല്ലാവരും സർപ്രൈസ് കൊടുക്കാൻ പോകട്ടെ അവൾക്ക്. ഓൾമോസ്റ്റ് ഞാൻ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ സിസ്റ്റർ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇവർ ഒരു തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയേക്കുവാണ്. അപ്പോൾ അവരവിടെ വരും ഗിഫ്റ്റായിട്ടുള്ള ടീംസ്. സോ ആ ടൈമും കൊണ്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കര നെർവസാണ്. ബിക്കോസ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക കള്ളത്തരമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വെപ്രാളാണോ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ അവരെല്ലാവരും റൂമിലുള്ളവരെല്ലാം അവളെയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയേക്കോട്ടോ. അവിടെയാണ് അവൾക്ക് നാട്ടിൽ നിന്നുള്ള സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ പോയേക്കുവാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇതെല്ലാം സെറ്റാക്കണം. കുറച്ചുകൂടി അലങ്കാര പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ബലൂണൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, കേക്കൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ തിരക്കിലാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം അവർ വരുന്നേക്ക് ഇപ്പോഴും ഞാനിതെല്ലാം സെറ്റാക്കണം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ മൈക്ക് ഓണാക്കാതെ ആയിരുന്നു കേട്ടോ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ പറഞ്ഞതൊന്നും കിട്ടിയിട്ടില്ല, റെക്കോർഡായിട്ടില്ല. സോ എനിക്ക് ലൈവ് വോയിസ് ആയിരുന്നു, ഞാൻ ലൈവ് വീഡിയോ ചെയ്തിരിക്കുന്നതായിരുന്നു. പക്ഷെ മൈക്ക് ഓണല്ലായിരുന്നു ഗൈസ്, ഞാൻ പെട്ടുപോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ നാട്ടിലുള്ള ടൈമിലാണെങ്കിൽ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ബർത്ത്ഡേ വരുമ്പം കുട്ടികളുടെയൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷൻസും പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫൈനലി ഞങ്ങളിപ്പോൾ അവളെ വെയിറ്റ് ചെയ്യുക കേട്ടോ അവളുടെ എൻട്രിക്ക് വേണ്ടി. അങ്ങനെ അവളെ കണ്ണൊക്കെ പൊത്തി നമ്മൾ വിഷുവിനൊക്കെ കണി കാണിക്കുന്ന പോലെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവൾ ഭയങ്കര സർപ്രൈസായിട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുമെന്നറിയായിരുന്നു. പക്ഷേ നമ്മളിത്ര ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഗ്രാൻഡാക്കുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഓൾറെഡി നാട്ടിൽ നിന്നുള്ള സർപ്രൈസൊക്കെ കേട്ടോ ആൾ ഓൾറെഡി നല്ല ഷോക്കായിരുന്നു. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിൻ്റെ എല്ലാ ഇതും ആ മുഖത്തുനിന്ന് അറിയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു. നമ്മളൊരു 2-3 ഡേയ്സായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇവളില്ലാത്ത ടൈമിൽ വേണം പുറത്ത് പോകാൻ, ഒരു ഡൗട്ട് ഉണ്ടാവരുത്. അങ്ങനെ അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി അവൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ മറ്റേ പൊട്ടിക്കണ സംഭവം, ഇതെനിക്ക് അറിയില്ലായിരുന്നു. അവൾ വരുമ്പോൾ പൊട്ടിക്കാനായിരുന്നു പ്ലാന്. പക്ഷേ എനിക്കിത് പൊട്ടിക്കാൻ അറിയത്തില്ലായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് പൊട്ടിക്കായിരുന്നു കേട്ടോ. അവളെ ഞെട്ടിപ്പോയി. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കേക്ക് നമ്മുടെ അപ്പം മുറുക്കി ശുശ്രൂഷയിലേക്ക് നേരെ കിടന്നു. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. നമുക്ക് 2 കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റിൽ ഒരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ മേടിച്ച കേക്കും ഉണ്ടായിരുന്നു. 2 നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കേക്ക് നമ്മൾ മുറിച്ചു. ഫസ്റ്റ് അവൾ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയിട്ട് കേക്ക് കഴിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വലിയ പീസ് വേണം എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ മുറിച്ച് കഴിച്ചു. മൊത്തത്തിലൊരു ഭയങ്കര ഹാപ്പി ഇതായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അതുകൊണ്ട് ഞങ്ങളൊരു സ്കെച്ചും ഒരു ചെടിയായിരുന്നു ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളെ സംബന്ധിച്ചുണ്ടല്ലോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം അവൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന അങ്ങനെ ഒരു സോളാണ് കേട്ടോ അവൾ. എന്താ പറയുക, അവൾക്ക് ഒരുപാട് ലക്ഷറീസ്, ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും അവൾക്ക് താല്പര്യമില്ല. നമ്മൾ ചെറിയൊരു സാധനം കൊടുത്താലും അവൾ ഒത്തിരി അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് മേടിക്കുന്ന ടൈമിൽ നമുക്ക് വലിയ ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവൾക്കിപ്പോൾ എന്താ കൊടുക്കുക. കാരണം നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്താലും അവൾക്ക് ഭയങ്കര സന്തോഷമാകും. കണ്ടില്ല, അപ്പം ഇതിനെ കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ടെഡി ബിയറിനെ കിട്ടിയപ്പം. ഇതായിട്ടോ ഞങ്ങളുടെ 2ാമത്തെ കേക്ക്. അതായത് അമ്മയും അനിയത്തിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു. നമ്മൾ അതും കൂടെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുറിച്ച കേക്കിനെക്കാട്ടിനും ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കേക്ക്. അങ്ങനെ ആ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് കൊടുത്ത സർപ്രൈസാണ്. കൂടെ ഞാൻ ആ ഒരു വീഡിയോയും കൂടെ പ്ലേ ചെയ്യാവേ.
ഹാപ്പി ബർത്ത്ഡേ. ആരോ ഒന്നും മനസ്സിലായി? അമ്മയല്ല, ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നത് ഇവിടെ അൽമുസയിൽ വർക്ക് ചെയ്യുന്നത്. അൽമുസയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് വന്നത്. ബർത്ത്ഡേ തന്നെയാണോ? ബർത്ത്ഡേ തന്നെയാണോ? ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അല്ലല്ല അല്ല, തരാൻ ആരെങ്കിലും ആണോ? കൺഫേം ആണോ? ആണോ? ഓക്കെ, അപ്പം ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് നാട്ടിൽ നിന്ന് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്തുള്ള ഫുഡ് കഴിക്കൽ തിരക്കിലാണ്. ഇവളിങ്ങനെ ഫുഡ് ഇടുമ്പോൾ ഞാനിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നേ. നമ്മുടെ പള്ളിയിലൊക്കെ നേർച്ച വിളമ്പുമ്പം ചോറ് വിളമ്പണ പോലെ ഉണ്ട്, നീ എക്സ്പേർട്ടാണെന്ന് ചോദിച്ചാൽ അവളെ ട്രോളെന്നുണ്ടായിരുന്നു. അതാട്ടോ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ആർക്കും വരെയൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ, പക്ഷെ എന്നാലും അഭിനയിച്ച് അങ്ങോട്ട് തകർക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ തകൃതിയായി പോകുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.